ഇത് 2007 800 ആണ്, MBFI ആണ്, AC ഉള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് 2012 സ്വിഫ്റ്റ് ആണ്, വെറും 80,000 കിലോമീറ്റർ ഓടിയ ട്രിവാൻഡ്രം വണ്ടി. ഇത് 2006 വേഗനറാണ്, പക്ഷേ ഒരു വർഷം ലേറ്റായാണ് ടെസ്റ്റ് ചെയ്തത്. 2027 വരെ ഇതിൻ്റെ പേപ്പറെല്ലാം കറൻറ്റ്ലി ക്ലിയറാണ്. എവനെ ഒന്ന് കണ്ടു നോക്കി, ഇത് കണ്ടാൽ പറയുമോ 2005 2012 13 വണ്ടി പോലും ഇവൻ്റെ സൈഡിൽ വരും. ഇത് 2022 വണ്ടിയാണ്, വെറും 7000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വെറും 7000 കിലോമീറ്റർ പറഞ്ഞാൽ വിശ്വസിക്കും, നോക്കി വിശ്വസിക്കും. വെറും 7000 കിലോമീറ്റർ ഓടിയ വണ്ടി. സ്പോർട്സ് വേരിയൻ്റ് ആണ് വരുന്നത്, സ്പോർട്സ്. ഇത് സെലേരിയോ, മാരുതി വാഹനങ്ങളിൽ ഒരു മൈലേജ് ഉള്ളൊരു സാധനമാണ് അവൻ. 2016 വണ്ടിയാണ്, ZXi ആണ്. ഇത് വെർണ, മൈലേജിൻ്റെ രാജകുമാരനാണ് ഹുണ്ടായിൽ, ഡീസലാണ്. 2013 വെർണ ഫ്ലൂഡിക് 1.6 ഫ്ലൂഡിക് ഡീസലാണ്, SX ഓപ്ഷനാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ് വീല്, എയർ ബാഗ് എല്ലാം ഉള്ള വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാട്ടാക്കട കിള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിട്ടാപ്പള്ളി ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഷോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് സെക്കൻഡ് ലൈഫ് യൂസ്ഡ് കാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഒരു 35,000 രൂപ തൊട്ട് കാറുകൾ നോക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ നല്ലൊരു ഷോപ്പാണ്. അതേപോലെ തന്നെ അതർ സ്റ്റേറ്റ് വണ്ടികൾ, ഇന്നോവ മോഡൽ വണ്ടികൾ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള, ബാക്കിയുള്ള വണ്ടികൾ ക്വാളിറ്റി ഇല്ലെന്നല്ല പറഞ്ഞത്, ഈ വണ്ടികൾ അതായത് നമ്മളെ ഹുണ്ടായുടെയൊക്കെ മോഡൽ, പുതിയ ലേറ്റസ്റ്റ്, പിന്നെ വാഗണേഴ്സ്, അങ്ങനെയുള്ള നല്ല വണ്ടികളുമുള്ള ഒരുപാട് വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അതുപോലെ തന്നെ ഈ 35,000 രൂപയുടെ വണ്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ഇല്ല എന്നല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള ഷോപ്പുകളിൽ പറയുന്ന പോലെ ഓണർ തന്നെ പറയുന്നുണ്ട് പക്ക കണ്ടീഷൻ വണ്ടിയാണ് എന്നുള്ളത്. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ആ വണ്ടികൾ വരെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ എന്ന് ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം. അല്ലെങ്കിൽ ഞാൻ അത് പറയത്തില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നൊക്കെ ഉണ്ടെങ്കിലും ദാണ്ട് ഇവിടെ ആ പുള്ളി നിൽപ്പുണ്ട്. ആ പുള്ളി നിർത്തി തന്നെ ഞാൻ പറയുകയാണ്, യൂസ്ഡ് വണ്ടിയാണ്, നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തെടുക്കുക. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ, അത് ആ പുള്ളി അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ പിന്നെ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. അത്യാവശ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലകളുള്ള, വില കുറഞ്ഞതും കൂടിയതുമായ ഇഷ്ടം പോലെ വണ്ടികൾ കിടപ്പുണ്ട്. അത് ഞാൻ ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാതരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോയിലോട്ട് പോവാണ്. അപ്പോഴേ വണ്ടികളുടെ വില വിവരവും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ ഇവിടുത്തെ ഓണർ വന്നിട്ടുണ്ട്. ചേട്ടാ പേരെങ്ങനെയാണ്? പേര് ബിസ്മീർ. യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഷോപ്പ് എവിടെയാണെന്നുള്ളതൊന്ന് വ്യക്തമായിക്കോ. കാട്ടാക്കടയിൽ എവിടെയായിട്ട് വരും? കാട്ടാക്കട നമ്മൾ കിള്ളിയിലാണ് ഈ ഷോപ്പ്. കിള്ളി? അതെ, കിള്ളി. അതായത് കിള്ളിയുടെയും കിള്ളി ജംഗ്ഷൻ്റെയും കുരിശ്ശടി ജംഗ്ഷൻ്റെയും ഇടയിലായിട്ടാണ് വരും. അതെ. ഓക്കെ. അത് ഏകദേശം പിട്ടാപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള. ഓക്കെ. നമ്മളിപ്പം ഇവിടെ ഇപ്പം എത്ര രൂപ തൊട്ടുള്ള വണ്ടികളൊക്കെ കിടക്കുന്നത്? നമുക്കിവിടെ ഒരു 35,000 മുതൽ ഈ വീഡിയോ കാണിക്കാണ്ടോ? 35,000? തീർച്ചയായിട്ടും 35,000 മുതൽ തുടങ്ങുന്ന എല്ലാ വണ്ടികളും ഇവിടെ അവൈലബിൾ. ഓക്കെ. ഏകദേശം എത്ര രൂപ വരെയൊക്കെ വരും? ഏതാണ് എത്ര റേഞ്ച് അവസാനം വില? അവസാനം നമുക്കൊരു 7 ലക്ഷം രൂപ റേഞ്ചിലുള്ള വണ്ടി വരും. 7.5 ലക്ഷം രൂപ വരെയുള്ള അതർ സ്റ്റേറ്റ് വണ്ടിയാണോ? അതെ, അതർ സ്റ്റേറ്റ് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇത് ഫുള്ള് ഷോറൂം സർവീസ് വണ്ടിയാണ്. വെറും 1.25 ലക്ഷം കിലോമീറ്റർ, ജെനുവൻ കിലോമീറ്റർ, കമ്പനി സർവീസ്, ഒരു ഗ്ലാസോ ഡോറോ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. എല്ലാം ക്വാളിറ്റി വണ്ടി മാത്രമേ നമ്മളിവിടെ എടുത്തുള്ളൂ. എല്ലാം ഷോറൂം സർവീസ് വണ്ടിയാണെങ്കിലും ആ ക്വാളിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും. 800 ആണ്, അത് ചെറിയ വണ്ടി, അത്യാവശ്യം ക്വാളിറ്റി ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ നോക്കിയിട്ട് വരാം. ഇത് 2004 വണ്ടിയാണ്. ഈ വണ്ടിയിൽ ഒരു റീപ്ലേസ് പോലും ഇല്ലാത്ത 800 ആണ്. റെയറാണ്. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത 800 ഒക്കെ നമുക്ക് കിട്ടുന്ന കാര്യം വലിയ റെയറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് പണിക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടിരിക്കുകയാണ്. ഇതേ കാണുന്ന കണ്ടീഷനിലാണെങ്കിൽ 35,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. ടെസ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ 45,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കും. ടെസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ ഈ സീറ്ററും കാര്യമൊക്കെ ക്ലിയർ ചെയ്യില്ലേ? അതൊക്കെ നമുക്ക് ചെറിയ ക്ലിയറൻസ് ചെയ്ത്, വണ്ടിയിൽ ഒരു ഗ്ലാസോ ഡോറോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ടയറൊക്കെ നല്ല ടയർസ് അത്യാവശ്യമുണ്ട്. ഇത് നമുക്ക് ഇതേ കണ്ടീഷനിലാണെങ്കിൽ ഇതെല്ലാം ടെസ്റ്റിന് വേണ്ടി ഇപ്പോൾ പണിയെല്ലാം ചെയ്തിട്ടിരിക്കുകയാണ്. 35 രൂപയ്ക്ക് നമുക്ക് ടെസ്റ്റ് അവർ ചെയ്യുമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ 45 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ 45 രൂപ, അല്ലാതാണെങ്കിൽ 35. ഇതും 2004 വണ്ടി തന്നെയാണ്. പക്ഷേ ഇത് MBFI എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ആണ്, ഉണ്ട്. ഇത് നമുക്കൊരു 50 രൂപയ്ക്ക് കൊടുക്കാം. 50 രൂപയ്ക്ക്. ഇത് ഒരു ഗ്ലാസ് പോലും മാറാത്ത വണ്ടി. സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല.
നമ്മൾ 800 പോലും ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അത്രയും ക്വാളിറ്റി വണ്ടികളാണ്. AC ഒക്കെ പക്കയല്ലേ? AC എല്ലാം ഒക്കെയാണ്. റീപ്ലേസ് ഒന്നുമില്ല, ഒന്നുമില്ലാത്ത വണ്ടിയാണ്. 800-ൽ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി റെയർ ആണ്. ഒരു 2 വട്ടമെങ്കിലും ഇത്രയും വർഷമായില്ലേ. അപ്പം 2004 വരുന്ന വണ്ടി നമുക്ക് 50 രൂപയ്ക്ക് കൊടുക്കാം. ഇത് MBFI എഞ്ചിനാണ്, കാർബേറ്റർ അല്ല, MBFI എഞ്ചിനാണ്. ടയറൊക്കെ അത്യാവശ്യം ആവറേജ് ടയേഴ്സ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഡിസൈർ വരുന്നുണ്ട്. 2008 വരുന്ന ഡിസൈറാണ്. ഇതിൽ ഒരു ക്ലാസ് ചെറുതൊരു ക്രാക്ക് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. VDI ആണ്. VDI 2008 വരുന്ന ഡിസൈർ 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. വേറെ അപാകതകൾ എന്തെയുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, എഞ്ചിൻ എല്ലാം പക്കയാണ്. ഗ്ലാസ് മാത്രം ക്രാക്ക് ഉണ്ട്. ഗ്ലാസ് ക്രാക്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ, അല്ലാതെ പോയി മാറ്റിയിട്ടില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇല്ല, നമുക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 1.5. അതെ, 2008 വണ്ടിയാണ്. ഇത് ഓഫർ പ്രൈസുകളാണ് ഈ വണ്ടികളെല്ലാം. ഓണം ഓഫറാണോ? യെസ്, ഓണത്തിന് ഞങ്ങൾ വിപുലമായ ഓഫറാണ്. എന്താണ് ഓണത്തിനുള്ള ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പറയാം. ഇത് വന്നിട്ട് നമുക്കൊരു 2005 AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. 2005 വരുന്ന AC പവർ സ്റ്റിയറിംഗ് വണ്ടി 90 രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണ് പറയുന്നത്. ലാസ്റ്റ് പ്രൈസ് ആണ്. അടിപൊളി ക്വാളിറ്റി വണ്ടി 90 രൂപയ്ക്ക് കൊടുക്കാം. LXI ആണ് AC പവർ സ്റ്റിയറിംഗ്. വണ്ടിയുടെ ക്വാളിറ്റി കണ്ടില്ല, നല്ല ക്വാളിറ്റി വണ്ടി. അല്ല, റീപ്ലേസ് ഉണ്ടോ? ഇല്ല, 4 പുതുപുത്തൻ ടയർ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. 2025 വരെ പേപ്പറെല്ലാം 4 പുതുപുത്തൻ ടയറാണ്. എഞ്ചിൻ സൈഡൊക്കെ എല്ലാം പക്കയാണ്. ഇത് 2006 വേഗനറാണ്. പക്ഷേ ഒരു വർഷം ലേറ്റായാണ് ടെസ്റ്റ് ചെയ്തത്. 2027 വരെ ഇതിന്റെ പേപ്പർ എല്ലാം കറന്റ് ക്ലിയർ ആണ്. ആ, ഇത് നല്ല ക്വാളിറ്റി വരുന്ന വാഗനറാണ്. ഒരു സമയത്ത് രാജാവാണ് അവൻ. വേറെ അപാകതകൾ ആരും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല. അത്രയ്ക്ക് ഒരു ഇഷ്ടമുള്ള ഒരു പ്രിയമുള്ള ഒരു വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. LXI. ഈ വണ്ടി നമുക്ക് 1,10,000 രൂപയ്ക്ക് കൊടുക്കും. 1 ലക്ഷം രൂപയ്ക്ക് ഇന്ന് കൊടുക്കും. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയ്ക്ക് ഇത് കാണുന്ന ആര് വന്നാലും ഇന്ന് കൊടുക്കും. ഇന്ന് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അപ്ലോഡ് ചെയ്യണ്ടേ? അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കും. ഓക്കെ. ഇത് 2007 800 ആണ്. MBFI ആണ്. AC ഉള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 1 രൂപയുടെ പണി പോലും ഇല്ലാത്ത നല്ല അഡാറ് ക്വാളിറ്റി വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് ഒക്കെ 2nd or 3rd ഒക്കെ ആയി കാണും. ഒരു അഡാറ് ക്വാളിറ്റി വണ്ടിയാണ് 800. സീറ്റോർ കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടിക്കകമൊക്കെ വൃത്തിയായിട്ടിരിക്കുക. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2007 വണ്ടി. 2027 വരെ പേപ്പർ ക്ലിയർ ആണ്. എല്ലാം ഉള്ള വണ്ടി നമുക്ക് 65 രൂപയ്ക്ക് കൊടുക്കാം. ടയറൊക്കെ കൊള്ളാം. അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 65 രൂപയ്ക്ക് കൊടുക്കാം. 65 രൂപ. ഇത് 2014 പോളയാണ്. 2014 വരുന്ന പോളയാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഒന്നും തന്നെ ഇല്ല. സർവീസ് ബുക്ക്, സ്പെയർ കീ എല്ലാം ഉള്ള വണ്ടി. 1 ലക്ഷം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഡീസലാണ്. റീപ്ലേസ്മെന്റ് ഒരു ഗ്ലാസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ക്വാളിറ്റി വണ്ടി ഉള്ളി. ഡീസലല്ലേ? ഡീസലാണ്. മൈലേജ് ഒക്കെ എന്ത് കിട്ടും? മൈലേജ് 22-23 മൈലേജ് കിട്ടുന്ന വണ്ടി. അത്രയും കിട്ടും. ആ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 380 കൊടുക്കാം. 380 കൊടുക്കാം. 2014 വണ്ടി. ഈ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. അതുപോലെ തന്നെയാണ് 2005 സ്കോർപിയോ. എവനെ ഒന്ന് കണ്ടു നോക്കി. ഇത് കണ്ടാ പറയോ 2005. 2012-13 വണ്ടി പോലും ഇവൻ്റെ സൈഡിൽ വരില്ല. 10-60,000 രൂപയുള്ള കൂടിയ സ്പോർട്സ് അലോയാണ് കിടക്കുന്നത്. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അപ്ഗ്രേഡ് ചെയ്ത സ്കോർപിയാണ്. ഫുൾ ഓപ്ഷൻ സ്കോർപിയാണ്. അപ്ഗ്രേഡ് ചെയ്ത വണ്ടിയാണ്. ഇത് നമുക്ക് 2,10,000 രൂപയ്ക്ക് കൊടുക്കാം. 2,10,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. പുതുപുത്തൻ ബാറ്ററി, പുതിയ സ്റ്റാർട്ടർ, നല്ല ഹൈ ക്വാളിറ്റി സ്കോർപിയാണ്. കൊണ്ട് നടന്ന ഒരു കലയാണ്. 2005 കണ്ടാ പറയൂ. 2005 പേപ്പറൊക്കെ എത്ര ഉണ്ട്? പേപ്പറൊക്കെ 2025 വരെ ഉണ്ട്. നാളെ സ്പോർട്സ് വീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര? 2,10,000 രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണോ? നിങ്ങളുടെ യൂട്യൂബ് വഴി ഇത് ആരെങ്കിലും കണ്ടിട്ട് വില പറയണമെങ്കിൽ അവർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ലക്ഷം രൂപയ്ക്കും കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2007 ഇന്നോവയാണ്. 2007 ഇന്നോവ. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് V ഓപ്ഷനാണ്. ഇത് എങ്ങനെ? അലോയ് വീല്. ആണ്. കേരളയിലോട്ട് ആയിട്ട് വർഷങ്ങളായി.
ഇത് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി. 1,90,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഫുൾ എക്സിക്യൂട്ടീവ് ലുക്കാണ്, സീറ്റ് കാര്യങ്ങളൊക്കെ. അലോയ് വീല്, എയർ ബാഗ്, ABS, നല്ല ഹൈ ക്വാളിറ്റി ഇന്നോവയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് 1,90,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് 3,85,000 രൂപയ്ക്ക് കൊടുക്കാം. 3,85,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. ഒരു 1-1.5 ലക്ഷം രൂപ ലോണും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കിട്ടും. കിട്ടും. ഇതിന് പേപ്പറൊക്കെ എല്ലാ പേപ്പറും ക്ലിയർ. 2027 വരെ ക്ലിയർ ആണ്. ഇൻഷുറൻസ് പുതിയതാണ്, ഫുൾ ഇൻഷുറൻസ് ആണ്. ഫുൾ ഇൻഷുറൻസ് ഉണ്ട്. ഡീസൽ കാര്യങ്ങളൊക്കെ മാറി കിടക്കാണോ? ടൈമിംഗ് ചെയിനും കാര്യമൊക്കെ മാറി കിടക്കാം. എല്ലാം പക്കയാണ്. വണ്ടി എഞ്ചിനെല്ലാം പക്കയാണ്. ഇത് 2012 സ്വിഫ്റ്റ് ആണ്. വെറും 80,000 കിലോമീറ്റർ ഓടിയ ട്രിവാൻഡ്രം വണ്ടി. 3rd ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കൂടിയ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. ചെറിയൊരു കംപ്ലൈൻറ്റ് നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണ്. സ്റ്റീരിയോ എല്ലാം ഉള്ളതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,95,000 രൂപയ്ക്ക് കൊടുക്കാം. 2012 വണ്ടി. നല്ല അടിപൊളി ലുക്കിൽ നിൽപ്പുണ്ട്. നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ. ടയറെല്ലാം നല്ല അടിപൊളി ടയർ. ട്രിവാൻഡ്രം വണ്ടി നല്ല അടിപൊളി ലുക്കിൽ നിൽപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരു ഡോറോ ഗ്ലാസോ ഒരു സാധനം പോലും മാറിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെയുള്ള വണ്ടി മാത്രമേ ഈ സ്ഥാപനത്തിൽ എടുക്കൂ. ഒരു പക്ഷേ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ ഹിസ്റ്ററിയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ കസ്റ്റമർ അടുത്ത് പറഞ്ഞേ കൊടുക്കൂ. കേട്ടോ? എന്ത് സാധനങ്ങൾ ഞങ്ങൾ മാറിയാലും കസ്റ്റമർ അടുത്ത് അത് പറഞ്ഞേ കൊടുക്കത്തുള്ളൂ. എത്ര ചോദ്യം? എത്ര? ഇത് നമുക്ക് 2,95,000 രൂപയ്ക്ക് കൊടുക്കും. ഏത് വർഷമായിരുന്നു? 2012 വണ്ടി. ഇത് സ്വിഫ്റ്റ് ആണ്, ഡീസലാണ്. വെറും 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2011 വണ്ടിയാണ്. i10 സ്പോർട്സ് ആണ്. ഷോറൂം സർവീസാണ്. 80,000 കിലോമീറ്റർ റൺ ചെയ്ത വണ്ടി. നമുക്കിത് 1.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 1.25. ട്രിവാൻഡ്രം വണ്ടി. 2nd ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. എന്ത് ഓടി? കാപ്പ എഞ്ചിനാണേ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 80,000 കിലോമീറ്റർ. 2nd ഓണർ. കാപ്പ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഈ സീറ്ററിലെ ഈ അഴുക്ക് അതൊക്കെ വൃത്തിയാക്കിയേ കൊടുക്കത്തുള്ളൂ. വണ്ടി വേറെ റീപ്ലേസോ കാര്യങ്ങളോ ആക്സിഡന്റോ ഒന്നുമില്ല. കമ്പനി സർവീസ് വണ്ടി. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതൊരു 25 രൂപ കൊടുക്കുകയാണെങ്കിൽ ബാക്കി ലോൺ ഇട്ട് ഇറക്കി കൊടുക്കും. ഇത് 2018 ഇഗ്നീസ് ആണ്. ഇത് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്രിയ വാഹനമാണ് ഇഗ്നീസ്. അത് അത്രയും ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു സുഖവും അതുപോലെ തന്നെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് വളരെയധികം പ്രത്യേകത നൽകുന്നുണ്ട്. അതുപോലെ ഈ വണ്ടിയിൽ എന്ന് പറയുമ്പോൾ 39,000 കിലോമീറ്റർ റൺ ചെയ്ത 2018 ഡെൽറ്റ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. ഷോറൂമിലാണ് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടയർ ചെറിയ ഡെന്നി വന്നിട്ട് ബോണറ്റ് ഷോറൂമിൽ മാറി. ബോണറ്റ് ഒന്ന് പൊക്കി കാണിക്കാവോ? കാര്യമായ എന്തെങ്കിലും അപാകതകളുണ്ടോ? ഇല്ല. ഫ്രണ്ട് ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. ബോണറ്റ് മാത്രം മാറി. ഇല്ല, അതൊന്നും ചെയ്തിട്ടില്ല. 2018 വരുന്ന വണ്ടി. ഷോറൂം ഹിസ്റ്ററിയാണ്. ഫുള്ള് കമ്പനി അല്ലാതെ ഈ വണ്ടി തൊട്ടിട്ടില്ല. ഇല്ല. ഇത് മാത്രമാണ് മാറിയത്. 2000 ട്രിവാൻഡ്രം വണ്ടിയാണ്. KL01. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 490 കൊടുക്കാം. 490. 2018 വണ്ടി. പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കേട്ടോ? ഇതൊക്കെ ഒരു 50 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. 50 രൂപ അടച്ചാൽ ബാക്കി ലോൺ അവൈലബിൾ ആണ്. 5 വർഷം ലോണും കിട്ടും. 5 വർഷം ലോണും കിട്ടും. അതുപോലെ തന്നെ ഇത് 2012 ഇന്നോവയാണ്. ഹൈ ക്ലാസ് ഇന്നോവയാണ്. വെറും 1.25 ലക്ഷം കിലോമീറ്റർ ഷോറൂം സർവീസ് വണ്ടിയാണ്. ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നും തന്നെ ഇല്ല. ഫ്രീ വണ്ടിയാണെങ്കിൽ ഇവിടെ നിന്നൊരു കസ്റ്റമർ അവിടെ പോയി അവർ ഫാമിലി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇവിടെ. അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. G4 ആണ്. വേറെ റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ലാസ്റ്റ് സർവീസ് ചെയ്ത പേപ്പർ വരെ ഉണ്ട്, അവൈലബിൾ ആണ്. സ്പെയർ കീ ഉണ്ട്. ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എമൗണ്ട് 7.25 ലക്ഷം രൂപയാണ്. 7.25 ലക്ഷം രൂപ. പിന്നെ ചെറിയ മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാം. ടോപ്പ് വേരിയന്റ് ആണോ? G4. ഫുള്ള് കമ്പനി സർവീസാണ്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ചെയ്യും. 2012 വണ്ടി. ഇത് 2022 വണ്ടിയാണ്. വെറും 7,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വെറും 7,000 കിലോമീറ്റർ. പറഞ്ഞാൽ വിശ്വസിക്കൂ, നോക്കി വിശ്വസിക്കൂ. വെറും 7,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സ്പോർട്സ് വേരിയന്റ് ആണ് വരുന്നത്. സ്പോർട്സ് ഡീസലോ പെട്രോൾ ആണ്. പെട്രോൾ ആണെങ്കിൽ ഒരു 17-18ഓളം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതെ. 2022 ഗ്രാൻഡ് നിയോസ് ആണ്. ഇതാണ്ടോ, കവറുകൾ പോലും പൊട്ടിച്ചിട്ടില്ല.
ഏറ്റവും പുതിയ വണ്ടിയാണ്. ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ ഇരുന്നതാണ്. ടോപ്പ് വേരിയന്റ് ആണ് അല്ലേ? ടോപ്പ് സ്പോർട്സ് ആണ്. അലോയ് വീൽ എല്ലാം ഉണ്ട്. ഇതാണ്ടോ സ്റ്റെപ്പിന് പോലും തൊട്ടിട്ടില്ല. 7000 കിലോമീറ്റർ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ വണ്ടിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എമൗണ്ട് 6.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഇറങ്ങിയപ്പോൾ എന്തോ വേണം? ഇത് വന്നിട്ട് 9 ലക്ഷം രൂപയോളം വിലയാണ്. 8.25 9 അടുപ്പിച്ച് വില. ഇത് നമുക്കൊരു 6.25 ലക്ഷം രൂപ. ഇത് സെലേരിയോ, മാരുതി വാഹനങ്ങളിൽ ഒരു മൈലേജ് ഉള്ളൊരു സാധനമാണ് അവൻ. 2016 വണ്ടിയാണ്. ZXi ആണ്. അലോയ് വീല്, എയർ ബാഗ്, ABS, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്ന വണ്ടിയാണ് ZXi. ഇത് കിലോമീറ്റർ 80,000 കിലോമീറ്റർ റൺ ചെയ്ത വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ് കേട്ടോ. 80 ഓടി. 80 ഓടി സിംഗിൾ ഓണർഷിപ്പാണ്. 2016 വണ്ടി. എത്ര ചോദ്യം? ഒരു ക്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3.5. ഇത് അലോയ് വീലെല്ലാം ഉള്ള വണ്ടിയാണ്. ടോപ്പ് എൻഡ് വണ്ടി. ടയർ മോശമാണല്ലോ. ടയർ കുറച്ച് കുറവുണ്ട്. പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റം വരുത്താം. താല്പര്യത്തോടു കൂടി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. അതന്നെ, ടയർ മാറി കൊടുക്കും. ടയറൊക്കെ നമുക്ക് നോക്കാം. എത്ര? 2016 വണ്ടി 3.5. ഇതൊക്കെ നമുക്കൊരു 10-50 രൂപ കൊണ്ട് ഇറക്കി കൂടി. 50 രൂപ മതി. 50 രൂപ മതി. 40 ഉള്ളെങ്കിൽ ഇറക്കി കൊടുക്കാം. ഇത് 2014 വരുന്ന ആൾട്ടോ 800 LX ആണ്. LX AC. ഇത് വന്നിട്ട് 30,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. കവറുകൾ പോലും പൊട്ടിച്ചിട്ടില്ല. വെറും 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ്. ഒറ്റ ഓണറാണ്. ഇത് നമുക്ക് 1,85,000 രൂപയ്ക്ക് കൊടുക്കാം. 2014 വണ്ടി, LX വണ്ടി, 1,85,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 25,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ ഇട്ട് വണ്ടി കൊടുക്കാം. കിലോമീറ്റർ ജെന്യൂൻ വണ്ടിയാണ്. ഷോറൂം സർവീസ് വണ്ടി. സർവീസ് ബുക്ക് എല്ലാം അവൈലബിൾ ആണ്. പവർ വിൻഡോ ഇല്ല അല്ലേ? പവർ വിൻഡോ ഇല്ല. AC മാത്രം. LX 1.85 കൊടുക്കും. 1.85. ഇത് വെർണ മൈലേജിന്റെ രാജകുമാരനാണ്. ഹുണ്ടായിൽ ഡീസലാണ്. 2013 വെർണ ഫ്ലൂഡിക് 1.6 ഫ്ലൂഡിക് ഡീസലാണ്. SX ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ് വീല്, എയർ ബാഗ് എല്ലാം ഉള്ള വണ്ടി. 80,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. ഷോറൂം സർവീസാണ്. റീപ്ലേസ്മെന്റ് ഒരു സാധനം പോലും റീപ്ലേസ് ഇല്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 3,95,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. ഫൈനൽ 2013 വരുന്ന വണ്ടി 3,95,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കും. ഇത് ഒരു 50 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ഇട്ട് വണ്ടിയാണ്. 50 രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കാം. 50 രൂപ അടച്ച വണ്ടി. ഇത് മൈലേജ് ഒരു 20ഓളം മൈലേജ് കിട്ടും. 20 കിട്ടും. അതെ. ഡീസല് ഹുണ്ടായിലെ പ്രത്യേകത തരമുള്ള ഒരു വണ്ടിയാണ് വെർണ. 2011 റിറ്റ്സ്, 1 ലക്ഷം കിലോമീറ്റർ, ഒന്നിൻ്റെ സർവീസ് കഴിഞ്ഞ വണ്ടി, കമ്പനിയിൽ കഴിഞ്ഞ വണ്ടി. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 4 പുതുപുത്തൻ ടയർ. 4 പുതുപുത്തൻ ടയർ. ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, കൂടിയ സീറ്റ്, VDI ആണ്. സീറ്റൊക്കെ പ്രത്യേകം ചെയ്തില്ല. അതെ. നല്ല ക്വാളിറ്റി വണ്ടി, ക്ലാസ് വണ്ടി. ഇതാണ്ടോ 4 പുതുപുത്തൻ ടയറാണ്. പുതിയ ടയർ. അധികം ഓടിയിട്ട് പോലും ഇല്ല. KL 01 ട്രിവാൻഡ്രം വണ്ടി. ഇത് നമ്മൾ ചോദിക്കുന്ന 260 നമുക്കൊരു 2,40,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. നമ്മൾ കടയിൽ വന്ന് നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ 260 ചോദിക്കുന്നത്. അതെ. നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ 240 നിങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ 240 പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ മതി. എന്നുവെച്ചാൽ വീഡിയോയിലുള്ളവരാ കാണാൻ വരുന്നത്, വാങ്ങിക്കാൻ വരുന്നത് അറിയത്തില്ലല്ലോ. 240 നമുക്ക് കൊടുക്കും. അതല്ല, ആദ്യം എത്ര ഇടണം നമ്മൾ ഇറക്കണമെങ്കിൽ? ലോൺ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഒരു 75 രൂപ ഇടണം. 75 രൂപ. ബാക്കി നമുക്ക് ലോൺ ചെയ്യും. ഇത് 2011 ഡിസംബർ വരുന്ന വാഗനറാണ്. VXi ആണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി കാണാൻ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 2,35,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. 2,35,000. 2,35,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കും. 80 ഓടി അല്ലേ? 80,000 കിലോമീറ്റർ. 4 പവറിന്റെ പവർ സ്റ്റിയറിംഗ്. VXi. നല്ല ടയേഴ്സ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡും റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണ് വാഗനർ. ഏറ്റവും കൂടുതൽ മേജർ ആക്സിഡന്റ് ഒന്നുമല്ല. ബോണറ്റ് ഒന്നും കംപ്ലൈന്റ് ഇല്ല. ഐട്ടൺ 2012 വണ്ടിയാണ്. ഒരു കസ്റ്റമർ നോക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ അത് കൊടുത്താലായി. ആദ്യം വരുന്നവർക്ക് കൊടുക്കും. 2012 വണ്ടിയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഷോറൂം സർവീസ് വണ്ടിയാണ്.
നമ്മൾ 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2 ലക്ഷം. എന്തെങ്കിലും കുറയോ? ചെറിയ വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാം. ആള് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു വിട്ടുവീഴ്ച ചെയ്ത് ഒരാളെ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല എടുത്തില്ലെന്നുണ്ടെങ്കിൽ തരാലേ. അതെ. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഷോറൂം സർവീസാണ്. എത്ര ചോദിക്കുന്നത്? 2 രൂപ. 2 രൂപ. ഇത് വന്നിട്ട് ഇത് 2015 വരുന്ന വാഗനറാണ്. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. 60,000 കിലോമീറ്ററാണ് റൺ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത റിവേഴ്സ് ക്യാമറ. സിംഗ്ര വാഗനറിലെ ഏറ്റവും കൂടിയ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടച്ച് സ്ക്രീന്, നല്ല കൂടിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, റീപ്ലേസ് ഒന്നുമില്ലാത്ത നല്ല ക്യൂട്ട് വണ്ടിയാണ് വാഗനർ. ടയർ ആവറേജേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3.45 വേണമെങ്കിലും കൊടുക്കാം. കസ്റ്റമർ വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. ഇത് ഏത് വർഷമായിരുന്നു? 2015 വണ്ടിയാണ്. VXI ഫുൾ ഓപ്ഷൻ. ഇത് 2012 വരുന്ന ആൾട്ടോയാണ്. ഇതിന് ഫ്രണ്ടിൽ ഒരു ഇഞ്ചുറി പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണ്. അല്ലെങ്കിൽ ഇത് 1.25 ലക്ഷം രൂപയോളം വില വരുന്ന വണ്ടി. നമുക്കിത് 1,10,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. എന്താണ് ഇഞ്ചുറി? എന്താണ്? ഫ്രണ്ട് തട്ടിയിട്ടുള്ള വണ്ടിയാണ്. അതെ, 2012 വണ്ടിയാണ്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. ബോണ്ടൊന്ന് നോക്കി കാണിക്കാമോ? അഫ്രോൺ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യമായ മേജർ ഇടിയായിരുന്നോ? മേജർ തട്ട് കിട്ടിയിട്ടുണ്ട്. ആ, അതുകൊണ്ട് 1.10 കൊടുക്കാം. 2012 വണ്ടിയാണ്. ഇത് വേണമെങ്കിൽ 1 രൂപയും തരേണ്ട ഫുൾ ലോൺ അവൈലബിൾ ആണ്. 2012 ആയിട്ട് 12 ഫുൾ ലോൺ അവൈലബിൾ ആണ്. ഇവിടെ അവിടെ അല്ല, ഇത് ഇവിടെ ചെറിയ തട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ ആ സൈഡൊന്നുമില്ല, ഒരു സൈഡ് മാത്രം. വൺ സൈഡ് അല്ലേ? ഓക്കെ. ഇതൊന്നും മാറിയിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങനെ തട്ടിയിട്ടുണ്ട്. 1.10 2012 വണ്ടി. ഓണത്തിന് വിപുലമായ ഓഫറുമായി സെക്കൻഡ് ലൈഫ് യൂസ്ഡ് കാർ നിങ്ങളെ വിളിക്കുന്നു. ഏത് വാഹനങ്ങൾ, അതായത് 1 ലക്ഷത്തിന് പുറത്തുള്ള എല്ലാ വാഹനങ്ങൾക്കും 2,500 രൂപയുടെ സ്പെഷ്യൽ അക്സസറീസ് വൗച്ചറും 2 ലക്ഷത്തിന് മേലോട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും 5,000 രൂപയുടെ അക്സസറീസ് വൗച്ചറുമാണ് നമ്മളിവിടെ ഈ ഓണത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തെള്ളി മറിച്ചതുപോലെയൊക്കെ തന്നെ വണ്ടികൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ അതായത് നമ്മൾ ചെറിയ വണ്ടികൾ പറഞ്ഞ വണ്ടികൾക്കൊക്കെ ആ ചേട്ടൻ പറഞ്ഞ അതേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വണ്ടിയുടെ സീറ്റ് കവർ കംപ്ലൈൻ്റ് ആയിരുന്നു. അത് ചോദിച്ചപ്പം മാറ്റി തരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ വണ്ടി നല്ല വണ്ടിയാണ്. ബാക്കിയുള്ള വണ്ടികൾക്കൊന്നും യാതൊരു തരം അപാകതകൾ കാര്യങ്ങളൊന്നും കണ്ടതുമില്ല. ഒരു വണ്ടി കംപ്ലൈൻ്റ് ആണ്. അതായത് അത് എടുത്തു പറഞ്ഞെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്ഥിരം കാണുന്ന പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ യൂസ്ഡ് വണ്ടി കേരളത്തിൽ ഇപ്പം കംപ്ലൈൻറ്റ്സ് ഇല്ലാത്ത വണ്ടികളാണോ? ഇല്ലാന്ന്. അല്ല, യൂസ്ഡ് വണ്ടികൾ കംപ്ലൈൻ്റ് ഉള്ള വണ്ടി ഉണ്ടെന്ന് തന്നെ പുള്ളി സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇടിച്ച സൈഡ് നല്ലപോലെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പം വിശ്വസിക്കാവുന്ന സ്ഥാപനമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.